ഇന്ന് കുട്ടികളിലും അല്ലാത്തവരിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചെറിയ ദോഷത്തെയാണ് ഗീത അന്ന് കണ്ടെത്തി വിസ്തരിച്ച് ഭിന്നിപ്പിച്ചത്. എല്ലായ്പ്പോഴും നമ്മൾക്ക് നമ്മളോടാണ് അവജ്ഞത കൂടുന്നത്. എന്ത് ചെയ്യുമ്പോഴും അത് എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുറ്റമാണ്, ഞാൻ ഏറ്റു, എൻ്റെ പ്രശ്നമാണ്, ഇങ്ങനെ എല്ലാം തന്നിലേക്ക് ആരോപിച്ച് താൻ കഴിവില്ലാത്തവനാണ്, തനിക്ക് അറിവില്ലാത്തവനാണ്, ജ്ഞാനമില്ലാത്തവനാണ്, പോരായ്മ ഉള്ളവനാണ് എന്നിങ്ങനെ എപ്പോഴും പറയാനുള്ളൊരു പ്രവണത ഇന്നത്തെ കുട്ടികൾക്ക് മുതിർന്നവർക്കും കാണപ്പെടുന്നുണ്ട്. അതിനെതിരെയാണ് ഗീത അന്ന് ആദ്യമായിട്ട് ശബ്ദമുയർത്തത്. ഉദ്ധരേത് ആത്മനാത്മാനം. ആദ്യം വേണ്ടത് താൻ പൂർണ്ണനാണ്, തനിക്ക് അറിവുണ്ട്, തനിക്ക് കഴിവുണ്ട്, ഞാൻ കൊള്ളരുതാത്തവനല്ല, എനിക്കെല്ലാം കഴിയുന്നവനാണ്, എന്ത് കാര്യത്തിനും എന്നെ പറ്റും, എനിക്ക് നല്ല ശക്തിയുണ്ട്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ്. കുഴപ്പമൊന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. സുഖമാണെങ്കിൽ പോലും എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എനിക്ക് സുഖമാണ്, ഒരു കുഴപ്പമില്ല. ഇത് പറയാനുള്ള ഒരു ആത്മശക്തിയുടെ വിവേകം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെയാണ് ഗീത വിരൽ ചൂണ്ടുന്നത്. ധൈര്യമായിട്ട് പറയൂ, എനിക്ക് സുഖമാണ്, ഞാൻ മിടുക്കനാണ്, എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞുകൂടെ? അപ്പം അത് സ്വന്തം ആത്മാവിനോടുള്ള അവജ്ഞതയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല.